സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ കനത്തതോടെ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. പത്തനംതിട്ട മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് 190 മീറ്ററിൽ എത്തിയതിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിലെ ജലനിരപ്പ് 192.63 മീറ്ററായി ഉയർന്നാൽ ഷട്ടറുകൾ തുറന്നേക്കും. കണ്ണൂർ പേരാവൂർ പാൽച്ചുരം ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണും കല്ലും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ ചേരുന്നുണ്ട്. ശശിധരൻ, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണോ? ജിന, ഇന്നലെ രാത്രി മുതലാണ് ജില്ലയിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ ചെകുത്താൻ തോടിന് സമീപം രാവിലെ മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മാനന്തവാടി ഭാഗത്തേക്ക് പോകേണ്ടുന്നവർ നെടുമ്പൊയിൽ പേരിയ വഴി കടന്നു പോകണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്നിരുന്നാലും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ മറ്റിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള വാഹനങ്ങളും ഇതുവഴി കടന്നു പോകരുതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലക്കോട് മൂന്നാംകുന്ന് ചോലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ കൃഷിയിടങ്ങളിലും